ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് 2nd ഡേ ആണ് ഹോസ്പിറ്റൽ. അതായത് രാത്രി മാത്രമേ അവനെ ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. അതായത് ഇഞ്ചക്ഷൻ ട്രിപ്പ് വഴിയാണ് കേട്ടോ വിടുന്നത്. കാരണം അല്ലാതെ അവൻ എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രം അവൻ ട്രിപ്പ് എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. അതുകൊണ്ട് രാത്രി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പാതിരാത്രിയാണ് സിസ്റ്ററിനെ പോയി വിളിച്ചിട്ട് വന്ന് ട്രിപ്പൊക്കെ ഇടുന്നത് കേട്ടോ. അങ്ങനെ സംഭവപൂലമായി ട്രിപ്പൊക്കെ കഴിഞ്ഞ് രാവിലെ എത്തിയിട്ടാ. രാവിലെ എത്തി അവൻ ഓരോ സിസ്റ്റർമാരൊക്കെ വന്ന് കളിപ്പിക്കുന്നുണ്ട്. ഇവരുടെ അടുത്തൊക്കെയാണ് അവൻ കമ്പനിയാണ്. നമ്മളെക്കാൾ കൂടുതൽ കമ്പനി ഇവരുടെ അടുത്താണ്. ഇവർ ഓരോന്ന് കളിപ്പിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. പ്രവീണേട്ടനാണെങ്കിൽ ആദ്യക്കൊണ്ട് ഉറക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവൻ ഉറങ്ങൂല എന്നും പറഞ്ഞ് കണ്ണ് ഫുൾ വാൾട്ടേജ് തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മരുന്നിൻ്റെ സെഡേഷൻ ഉണ്ട്, എന്നാലും അവൻ ഉറങ്ങത്തില്ല കേട്ടോ. കളിച്ച് ചിരിച്ച് അങ്ങനെ നടക്കും. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും വെളിയിലോട്ട് ചാടിയാൽ മതി. എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു വെളിയിലോട്ട് ഇറങ്ങാൻ. പ്രവീണേട്ട ഓരോന്നും പറഞ്ഞാൽ കൂട്ടിൻ്റെ അകത്ത് അടച്ചിരിക്കുമ്പോൾ കട്ടിലിൽ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം കയ്യിലെ സൂചിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടിടിച്ച് കൈ വീണ്ടും വേദന വരും. ഇതാണ് നമ്മുടെ പാത്തു, കുഞ്ഞിപ്പാത്തു. ഞാൻ കുഞ്ഞിപ്പാത്തു എന്നാണ് വിളിക്കുന്നത്. ഇവളുടെ പേര് ഫാത്തിമ എന്നാണ്. ഇത് അവിടുത്തെ വേറൊരു സിസ്റ്ററാണ്, ട്രെയിനിയാണ്. അപ്പോൾ കുഞ്ഞിപ്പാത്തു ആദ്യക്കൊണ്ടാണ് ഭയങ്കര കമ്പനി. കുഞ്ഞിപ്പാത്തു മിക്കവാറും വാർഡിലൊക്കെ വന്ന് കളിയും ചിരിയും ഇവനുമായിട്ടാണ് കമ്പനി കേട്ടോ. ഇവൻ ചുമ്മാ കരയുമ്പോഴേ കുഞ്ഞിപ്പാത്തു വന്നാണ് സമാധാനിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ ചിരിപ്പിക്കാൻ നോക്കിയാണ്. ചോട്ടാ ബീൻ ബെണ്ടൻ അപ്പുറത്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കുഞ്ഞിപ്പാത്തൂരുടെ നമ്മൾ 3 ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു. കുഞ്ഞിപ്പാത്തൂരുടെ നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആവും. ഇന്ന് ഡിസ്ചാർജ് ആവുന്ന ഡേയുടെ അന്നാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പാത്തു ആണെങ്കിൽ പാവമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ വാർഡിലേക്ക് വരുക. ഒരുപാട് സിസ്റ്റേഴ്സൊക്കെ വരും. പക്ഷെ പാത്തുവാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാർഡിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ആദ്യക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊക്കെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. പക്ഷെ നമ്മളാണ് ഇറക്കിയില്ല കേട്ടോ. അതിന് എങ്ങാനും ദേഹം എങ്ങാനും ഇളക്കിയിട്ട് അടുത്ത എങ്ങാനും അസുഖം കൂടുന്നെങ്കിൽ. ഇതാണ് ആദ്യക്കൂട്ടിൻ്റെ ഫ്രണ്ട് അമ്മു. അതായത് നമ്മൾ രണ്ടും ഒരേ ദിവസമാണ് അഡ്മിറ്റ്, ഒരേ ഡോക്ടറുമാണ് കേട്ടോ. അങ്ങനെ ആദ്യക്കൂട്ടിന് അമ്മുവാനാണ് ഏറ്റവും കൂടുതൽ കമ്പനി കേട്ടോ. അവിടുത്തെ കളിക്കുകയും ചിരിക്കുകയും അവിടെ ബഹളം വരെ വയ്ക്കുന്ന ഇവർ രണ്ടുപേരും മാത്രമായിരിക്കും. ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ് ഇവരെ രണ്ടുപേരും. ചില സമയം ഭയങ്കര ഉറക്കമൊക്കെയാണ്. രണ്ടുപേർക്ക് മരുന്നെടുക്കണം. മോൾക്ക് ശ്വാസം മുട്ടലാണ്. ആദ്യക്കൂടും ശ്വാസം മുട്ടലും പനിയൊക്കെ ആയിട്ടാണല്ലോ പോയത്. അങ്ങനെ പാത്തു നമ്മൾ ഡിസ്ചാർജ് ആകാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് പാത്തുവിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇതിന് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കാണാമല്ലോ ഏത്. അങ്ങനെ പാത്തുവിൻ്റെ അടുത്ത് എൻ്റെ ചാനലിനോട് ഹായൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഹായൊക്കെ ഇപ്പോൾ ഭയങ്കര നാണമാണ് കേട്ടോ. പിന്നെ പാത്തു പോയി പാത്തുവിൻ്റെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പാത്തു ഒരാളല്ല കേട്ടോ, പാത്തു 2 പേരാണ്. പാത്തുവിൻ്റെ പോലത്തെ വേറൊരാളാണ് മറ്റേ ബ്ലാക്ക് ഫ്രോക്ക് ഇട്ടത്, മറ്റത് പാത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റാത്ത പപ്പിക്ക് സി യു.